ഡോക്ടർ ഒരു കോളർ ഉണ്ട്. ജയപാലനാണ്, കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ജയപാലൻ, താങ്കൾക്ക് കേൾക്കാമോ? ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്യുക, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ നമസ്കാരം. നമസ്കാരം, പറഞ്ഞു. എന്റെ മോനെ ഒരു 10-20 ദിവസമായി ഒരു പൂച്ച ഇങ്ങനെ അള്ളി. ആ പൂച്ച വീട്ടിൽ വളർത്തുന്നതാണ്. അതിന് വാക്സിൻ എടുത്തിട്ടുള്ളതാണ്. അന്നേരം പൂച്ച അള്ളി ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വന്ന് നമ്മൾ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു വാക്സിൻ ഒരു ഡോസ് എടുത്തു. പിന്നെ എടുക്കാൻ പറ്റിയില്ല. അതിന് വിഷയമുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. അല്ല, വാക്സിൻ എടുക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, കമ്പൽസറി ആണ്. കാരണം എന്നാൽ മാത്രമേ വാക്സിന് പൂർണ്ണമായ എഫിക്കസി അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. സോ അത് 100% നമ്മൾ എടുത്തിരിക്കണം. നമുക്ക് കുറച്ച് ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ആ വാക്സിന്റെ ഡോസ് കംപ്ലീറ്റ് ചെയ്യുക, അത് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. ശരി. ആറ്റിങ്ങലിൽ നിന്ന് മനോഹരൻ എന്നൊരു കോളർ കൂടിയുണ്ട്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടർ, ഞാൻ പിന്നെ ഇപ്പൊ അവിടെ കടയ്ക്കാവൂര് മണനാക്ക് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പൊ കടിയേറ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു പിന്നെ ലളിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ. അത് പിന്നെ ഞാൻ താമസിക്കുന്നത് LP സ്കൂളിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇത് ഈ പേവിഷബാധ എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അത് ഞാനിപ്പോ നേരത്തെ TV കണ്ട അതിന്റെ വാക്സിനേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അപ്പൊ ഇത് ഒരു വല്ലാത്തൊരു വിപത്താണ് ഡോക്ടർ. അപ്പൊ ഇതിനെ ഈ കടി ഏറ്റ് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പിന്നെ ആദ്യമായിട്ട് ചെയ്യേണ്ട പ്രതിവിധി? പലപ്പോഴും നമുക്ക് കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താൻ എത്ര നമ്മൾ ഇപ്പൊ ട്രാൻസ്പോർട്ട് ശ്രമിച്ചാൽ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കാം നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി. സോ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പേവിഷബാധ ഉണ്ടാവുന്നത് ആ പേവിഷബാധയേറ്റ നായൽ അല്ലെങ്കിൽ പട്ടിയുടെ സലൈവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മനസ്സിലാക്കുക, ആ സലൈവിലാണ് വൈറസ് ഉള്ളത്. ആ ബൈറ്റ് പട്ടി കടിക്കുമ്പോൾ ആ കടിയല്ല, അത് കടിക്കുമ്പോൾ അതിന്റെ സലൈവ കൊണ്ടുള്ള ഊൺ കണ്ടാമിനേഷനിലാണ് ഈ വൈറസ് ഹാർബർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും വളരെ സിമ്പിൾ ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം നല്ല ശുദ്ധ വെള്ളം കൊണ്ട് കഴുകുക. ഒരു 5 to 10 മിനിറ്റ് 20 മിനിറ്റോളം വാഷ് കൊടുക്കുക. ഇപ്പൊ ആഴത്തുള്ള മുറിവാണെങ്കിൽ അതിനകത്തോട്ട് നമ്മൾ വെള്ളം നമുക്ക് നല്ലവണ്ണം എത്തത്തക്ക രീതിയിൽ തന്നെ നമ്മൾ പൈപ്പിലോ അല്ലെങ്കിൽ വെള്ളം അകത്തോട്ട് കോരി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. ആ വാഷ് ചെയ്യുമ്പോൾ തന്നെ പറ്റുമെങ്കിൽ സോപ്പ് സൊല്യൂഷൻ, സോപ്പ് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള വാഷ് ചെയ്യുക. കാരണം സോപ്പ് ഉപയോഗിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഈ വൈറസിന്റെ പുറം തോട് ഔട്ടർ ഷെല്ല് ഈ സോപ്പ് കൊള്ളുമ്പോൾ തന്നെ അത് ഇല്ലാണ്ടായി പോകുന്നു. കാരണം നമുക്കറിയാം നമ്മളിൽ പല ജേംസിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇത്തരം ആന്റിസെപ്റ്റിക് പ്രിക്കോഷൻ എടുത്തതാണ്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബീറ്റാഡിൻ സൊല്യൂഷൻ ആണ്. ബീറ്റാഡിൻ സൊല്യൂഷൻ ഏറ്റവും നല്ല രീതിയിൽ അവിടെ നമുക്ക് ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ നമ്മൾ കറക്റ്റ് വാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയും. സോ നമുക്ക് ഏതൊരു ഒരു വ്യക്തിയെ ഒരു പട്ടി കടിയേൽക്കുന്ന നായയുടെ പേവിഷബാധ ഏൽക്കുന്ന സസ്പിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു വാഷാണ്. അതിന് മുമ്പ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കണം തന്നെ ഇമ്മീഡിയറ്റ്ലി വാഷ് കൊടുക്കുക. കാരണം ആ ടൈം ചെല്ലും തോറും കുട്ടി റിസ്കിലാണ്, അല്ലെ ആള് റിസ്കിലാണ്. അതുപോലെ തന്നെയാണ് ഈ കടിയേൽക്കുന്ന സൈറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കയ്യിലോ മുഖത്തോ ആണ് കടിയേൽക്കുന്നെങ്കിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. കാരണം അത് ഏറ്റവും ഹയസ്റ്റ് റിസ്ക് ആണ്. ഒരു കാറ്റഗറി സിയിൽ പെടുന്നതാണ് ഹയസ്റ്റ് റിസ്ക് ആണ്. ചെറിയ മുറിവ് പോലും ഫേസിനും കയ്യിലും ഉള്ളത് ഹൈ റിസ്ക് പേഷ്യൻസ് ആണ്. അവർ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പ്രൈമറി കെയർ കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തി വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കേണ്ടതാണ് അവർക്ക്. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. അതുപോലെ തന്നെ ചില വന്യമൃഗം വീട്ടിൽ വളർത്തുന്ന പൂച്ചയായാലും പൂച്ച ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി വന്നിരിക്കാം, അതിനെ പേവിഷബാധ ഒരു നായ കടിച്ചിരിക്കാം, അല്ലെങ്കിൽ പേവിഷബാധ ഏറ്റിരിക്കാം വേറെ പോകാൻ. അപ്പോൾ അതും ഒരു റിസ്ക് ഫാക്ടറാണ് നമുക്ക്. സോ അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു കടി പൂച്ചയുടെ അല്ലെങ്കിൽ വേറെ മൃഗങ്ങളുടെ കടി ഏൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് ഡോക്ടറിന്റെ അഭിപ്രായം തരിക. ആൻഡ് ഈ മൃഗങ്ങളെ ക്ലോസ്ലി വാച്ച് ചെയ്യുക. ശരി ഡോക്ടർ, നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഒരു കോളർ കൂടിയുണ്ട്. ശിവൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അദ്ദേഹത്തിലേക്ക് പോയിട്ട് വരാം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ സാർ, നമസ്കാരമുണ്ട് സാർ. സാറേ, ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലാണ് പറയുന്നത്. എൻ്റെ മകൻ ആ കാലില് പൂച്ച ഒന്ന് മാന്തിയായിരുന്നു. അപ്പൊ മോനത് പറഞ്ഞില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ മോന് പറഞ്ഞായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന് മോന് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് കാണാൻ 5 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് ഒരു പാർട്ടി വന്നു. ആ കുട്ടിയുടെ മുഖത്ത് പട്ടി കടിച്ചു, വീട്ടിൽ വളർത്തുന്നു. മുഖത്ത് കണ്ണ് ശകലം ഒരു സെക്കൻഡ് താമസിച്ചു. അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് പറയണം, അവ മോള് കളിപ്പിച്ച കിടപ്പതാണ് പട്ടി കടിച്ചതെന്ന്. അപ്പൊ ഇതേപോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പട്ടിയുമായിട്ട് കളിക്കാനോ അതിനുള്ള സൗകര്യത്തിലോ ആരും ബന്ധപ്പെടരുത്.
അതിന്റെ കൂടെ പോയിട്ട് ഒരു അനുഭവം, മക്കളെ കൊണ്ടുപോയപ്പോ ഏറ്റവും വലിയ പട്ടിയെ പുറത്ത് കൊണ്ടുപോയിട്ട് അയാൾ പറയുകയാണ്, നിങ്ങൾ പോയിക്കോ, പട്ടിയൊന്നും ചെയ്യില്ല എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിനകത്ത് പട്ടിയെ കയറ്റ്, എന്നതിന് ശേഷം ഞാൻ കുട്ടികളെ കൊണ്ട് പോകാമെന്ന്. അല്ല, പല പഠനങ്ങളും പറയുന്നത് പേവിഷബാധ ഇന്ത്യയിൽ അക്രോസ് എടുത്തു കഴിഞ്ഞാൽ 15 to 20% പേവിഷബാധ ഏൽക്കുന്നത് കുട്ടികളിലാണ്. കുട്ടികളിലാണ് ഈ കടി ഏൽക്കുന്നത്. കാരണം പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ തെരുവുനായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അവർ സ്കൂളിൽ പോയി വരുമ്പോൾ, സ്കൂളിൽ വരുമ്പോൾ തെരുവുനായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അല്ലെങ്കിൽ അപ്പം ഇവർക്ക് ചിലപ്പോൾ ചെറിയ മുറിവുകൾ ഒരു വീട്ടിൽ വന്ന് പറയാൻ, അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി മാറുമ്പോഴാണ് ഇതൊരു ഡോഗ് ബൈറ്റ് ആണ് അല്ലെങ്കിൽ എത്തിപ്പെടുന്നത്. സോ കുട്ടികൾ ഒരു ഹൈലി വൾണറബിൾ പോപ്പുലേഷൻ തന്നെയാണ്. കുട്ടികളിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഒരുപാട് എത്തിക്കേണ്ടതുണ്ട് ഡെഫിനറ്റ്ലി. ശരി.